ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് KFC ചിക്കൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. വലിയ പെർഫെക്ഷൻ അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ഇതുപോലെ കുറച്ച് ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് പുരളാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വയറിനൊന്നും വലിയ കേട് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി. പിന്നെ നമ്മളിടുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച പേസ്റ്റാണ്. ഇഞ്ചി മസ്റ്റല്ല, വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇത് കൈവച്ചിട്ട് മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അത്യാവശ്യം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ പീസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവേ. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ. ഒരു 4 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമ്മളതിനുള്ള 2 കോട്ടിങ് റെഡിയാക്കണം. ഫസ്റ്റ് നമുക്ക് ഒരു കോട്ടിങ് റെഡിയാക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഞാൻ കോൺഫ്ലോർ ആണ് ആദ്യം ഇട്ടത്. പിന്നെ ആ കപ്പിൻ്റെ അതേ അളവ് തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. സോഡാപ്പൊടി അല്ല, ബേക്കിംഗ് സോഡയെ. ഇത് ഇത്രയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. പിന്നത്തെ നമ്മുടെ അടുത്ത നെക്സ്റ്റ് കോട്ടെന്ന് പറയുമ്പം നമ്മൾ റെഡിയാക്കുന്നത് 2 മുട്ട എടുക്കണേ. ഒരു ബൗളിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, അത്യാവശ്യം ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ ഈ ചെയ്യുന്നതിനകത്തെല്ലാം ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങളതുപോലെ ചെയ്യണേ. കുറച്ച് മുളക് പൊടി, പിന്നെ അതിനകത്തോട്ട് അത്യാവശ്യം ഒരു ശകലം ഉപ്പ്, പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോറിൻ്റെ ഒരു 2 സ്പൂണോ 1 സ്പൂണോ കോൺഫ്ലോറും അതേ അളവിൽ തന്നെ മൈദയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് എന്തായാലും കട്ട കുത്തുവേ. അപ്പം നമ്മളതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം കുറച്ച് കേട്ടോ. കുറച്ച് പാലൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി വെക്കാവേ. അത്രയേ ഉള്ളൂ. നമ്മുടെ 2 കോട്ടിങ്ങും നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞ് അപ്പോഴത്തേനും നമ്മളിതൊക്കെ നമ്മുടെ ഫസ്റ്റിലെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 4 മണിക്കൂർ നമ്മൾ പറയുന്നെങ്കിലും അതിൽ കൂടുതൽ വെക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. എത്ര മണിക്കൂർ ഓവർനൈറ്റ് വെച്ചാൽ ഒന്നുകൂടെ ബെറ്ററാണേ. അപ്പം നമ്മളിത് റെഡിയാക്കി ഞാനിപ്പോൾ കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ പാലൂടെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്തത് ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേന് എണ്ണ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കണേ. ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ പൊടി, ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഈ പൊടി ഉണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് കോട്ടിങ്ങാണ് നമ്മൾ നല്ലതുപോലെ അതിനകത്തോട്ട് ചിക്കൻ പീസ് ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ, അതായത് നമുക്ക് മാക്സിമം എന്തുമാത്രം നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ പ്രസ് ചെയ്യണേ. അതായത് നമുക്ക് ആ പൊടി അത്രയും അതിനകത്ത് കിട്ടുന്ന രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ അടുത്ത കോട്ടിങ്ങിനകത്തോട്ട് ആ മുട്ടയുടെ വെച്ചേക്കുന്ന ആ കോട്ടിങ്ങിനകത്തോട്ട് വെച്ച് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്യണേ. നമ്മളിനി അടുത്തത് ആ കോട്ടിങ്ങിലൊന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ പൊടിക്കകത്തോട്ടിട്ട് നല്ല പോലെ പ്രസ് ചെയ്തെടുക്കണം. ഈ പ്രസ് ചെയ്തതെന്ന് വെച്ചാൽ നല്ലപോലെ കൈവച്ചിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. ഉടച്ചെടുക്കുമെന്ന് പറയും. അതുപോലെ നമ്മൾ അത്രയും ടൈറ്റാക്കി ഇതിനെ ഒന്ന് ഇതുപോലെ കൈവച്ച് ഒന്ന് ഉടച്ച് കയറ്റണം കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ ടെക്നിക്ക്. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ വയറ് കേടാകാത്ത രീതിയിൽ നല്ല പോലെ നമ്മുടെ വീട്ടിൽ KFC ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർ അതിനകത്ത് ചേർക്കുന്ന കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അത്രയും ഇത് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മുടെ മക്കൾക്ക് KFC ചിക്കൻ ആണെന്നും പറഞ്ഞ്
ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പം. അപ്പം നമ്മൾ അടുത്തത് ഞാൻ അതുപോലെ ചെയ്യുകയാണ്. ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഈ കോട്ടിങ്ങിൽ ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കോട്ടിങ്ങിൽ മുക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്ത് ചെയ്യണം കേട്ടോ. ഈ ഒരു ചെയ്വനയിലാണ് നമ്മുടെ KFC ചിക്കൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ. നമ്മൾ ഓട്സ് പൊടിയൊന്നും ഓട്സൊന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓട്സൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ ബെറ്ററാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തെടുത്തതാണ് ഈ KFC ചിക്കൻ ഫ്രൈ ചിക്കൻ. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ചൂടായിരുന്നു, അത് കൈവച്ചിട്ട് പൊളിക്കാൻ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തനിയെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു ഇത് ഫ്രൈ ആയതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്കപ്പം മനസ്സിലാകും. കണ്ടോ, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്രയും പെർഫെക്ഷനോടുകൂടിയൊക്കെ ചെയ്തെടുക്കാവേ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ KFC ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞ് കുറച്ച് സോസും ഞാൻ വാങ്ങിയായിരുന്നേ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ചൂടായതുകൊണ്ട് അത്രയും ഞാനത് പറ്റിയില്ല. എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നേ, നല്ലോണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.